നരവർഗത്തിന്റെ മൗലിക ഭാവങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിത. ജനിച്ചു വീഴുന്ന പിഞ്ചോമനയുടെ ഇളം കരച്ചിൽ കേൾക്കാൻ കാതോർത്ത് കിടക്കുന്ന പെറ്റമ്മ തന്റെ കുഞ്ഞ് ഇനി ഒരിക്കലും കരയാതിരിക്കാൻ സ്വന്തം ചെറുകൾക്കുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് താലോലിക്കാൻ ഒരു മിത്തായി അതെന്നും നിലകൊള്ളും. പൂതപ്പാട്ട്. ഉണ്ണി, ദേ ഭൂതം വരും. ഉണ്ട കണ്ണും കൂർത്ത നഖങ്ങളും ചോര കുടിക്കുന്ന ചുണ്ടുകളുമായി ഭൂതം വരും. പകലൊക്കെ പാർക്കുന്നു ഭൂതം, പകലൊക്കെ പാർക്കുന്നു ഭൂതം, പകലൊക്കെ പാർക്കുന്നു ഭൂതം. അതൊരു കഥയാണ്. എന്റെ ഉണ്ണിക്ക് അമ്മയൊക്കെ പറഞ്ഞു തരാട്ടോ. മാളിക വീട്ടിലെ കിങ്ങിണി ഒന്നും കൊണ്ടുണ്ണിക്കു കാതിൽ കൊടുക്കടോക്കൻ, ഉണ്ണിക്കു കാതിൽ കൊടുക്കടോക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു, അങ്ങേ പാവ കൊടുക്കുന്നു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളി ഉണ്ണി, ദാ എഴുത്താണി പോലെ സൂക്ഷിക്കണേ. എന്റെ കുട്ടി തിരിച്ചു വരണവരെ ഈ അമ്മ ഇവിടെ തന്നെ കാത്തിരിക്കും. മോളിലെ കുള്ളി കയറി കണ്ണും കൈക്കറും മേയുന്ന കണ്ണു, ചെത്തി പൂവുകൾ പച്ചപ്പടപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കണ്ണു, പാറക്കെട്ടിന്റെ കൊച്ചു പിളപ്പിലെ കിടിവാതിലപ്പോൾ തുറന്നു ഭൂതം. ഭൂതത്തിനുള്ളിലൊരിക്കിളി തോന്നി, ഭൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു. ഭൂതമോരോ മലപ്പെൺകിടാവായി ഭൂതമരത്തിന്റെ ചുറ്റിലും. ഉണ്ണി, നമുക്ക് കളിക്കാം. ഉണ്ണി, ആ എഴുത്താണ് എന്ന് കളഞ്ഞേക്ക്. എനിക്ക് പള്ളിക്കുടത്തിൽ പോണം. പൊയ്ക്കോ. അതിനു മുമ്പ് ഒരിത്തിരി നേരം നമുക്ക് പൂമാല കെട്ടി കളിക്കാം. അതങ്ങ് കളഞ്ഞേക്ക്. മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി പ്രിയതങ്കണത്തിൽ തിങ്ങി, എഴുതുവാൻ പോയ പിടാവ് വന്നീ പൊന്നങ്ങി
ആറ്റിൽ കരളിനോളം അവനെ വിളിത്തു നടന്നാളമ്മ. പേടിപ്പിച്ചോടിക്ക നോക്കി മൂലം പേടിക്കതങ്ങനെ നിന്നാളമ്മ. കാട്ടിച്ചൂടലിയ ജന്തുകം കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ജന്തുഭൂതം കണ്ണീരതൊക്കെ കെടുത്താളമ്മ. കരിയാടി കുടിയായി ജന്തുഭൂതം കരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. ഇല്ല, ഈ പൊന്നാരക്കുട്ടനെ എനിക്ക് വേണം. ഈ പൊന്നും മണികളും എല്ലാം ഞാൻ കിഴികെട്ടി നിനക്ക് തരാം. പക്ഷേ ഈ പൊന്നുണ്ണിയെ എനിക്ക് വേണം. ഇല്ല, അതിലൊക്കെ വലുതാ എനിക്കെന്റെ പൊന്നോമന. നിനക്ക് ഞാനെന്നെ കൊണ്ടാണ് പിഴുതെടുത്ത് തരാം. എനിക്കെന്റെ പൊന്നോമനെ തിരിച്ചു താ. തിരിച്ചു താ എന്റെ കൂലമേ. തെറ്റിപ്പോന്നു പറിച്ചു ഭൂതം ചേരോടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം പാമ്പോടെടുക്കുന്നോതി ഭൂതം. ഉണ്ണി, മോനെ, പൊന്നുണ്ണി. ഇല്ല, ഇതെന്റെ ഉണ്ണിയല്ല. ഇതല്ല എന്റെ ഉണ്ണി. പെറ്റ വയറിനെ വഞ്ചിച്ച് പൊട്ട ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. അരുത്, ഇങ്ങനെ ശപിക്കരുത്. നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം. നിന്റെ കണ്ണുകളും തിരിച്ചു തരാം. എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്. ആ ആ ആ യാത്ര തിരിച്ച് ഉണ്ണിയെ വാരിയെടുത്തു ഉണർന്ന മുഖാവിൻ പലവരും ചുംബിച്ചു പക്കു കണ്ട പാവം കണ്ടിച്ചോ ചൊരി. എനിക്കറിയാം എന്റെ ഉണ്ണിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോൾ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും ഞങ്ങൾക്ക് മംഗളേകാനും. അങ്ങനെ എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോൾ ഭൂതം വരും. പക്ഷേ ഉണ്ണിയുടെ വീട് ഏതെന്ന് ചോദിക്കാൻ പാവം ഭൂതം മറന്നുപോയി. നമ്മേലിയാണെ പറഞ്ഞതുമില്ല. ഉണ്ണിയെ ഭൂതം വീണ്ടും കൊണ്ടുപോയാലോ? അതുകൊണ്ടാ ഭൂതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. എന്റെ ഉണ്ണിക്ക് മനസ്സിലായോ? പാവം ഭൂതം അല്ലമ്മ.